ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ പ്രാക്ടിക്കൽ വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അതെങ്ങനെ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളെല്ലാവരും തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ശ്രദ്ധിക്കുക, പ്രാക്ടിക്കൽ വിഭാഗത്തിൽ 4 ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4. അതിൽ ഗ്രൂപ്പ് 1-ൽ തന്നെ ചോയ്സ് 1 ഉണ്ടാവും, ചോയ്സ് 2 ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രൂപ്പ് 2-ൽ ചോയ്സ് 1, ചോയ്സ് 2. അതുപോലെ തന്നെ ഗ്രൂപ്പ് 3-ൽ ചോയ്സ് 1, ചോയ്സ് 2. ഗ്രൂപ്പ് 4-ൽ ചോയ്സ് 1, ചോയ്സ് 2. അതിൽ ഗ്രൂപ്പ് 1-ൽ തന്നെ ചോയ്സ് 1, ചോയ്സ് 2 ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഏതാണോ എളുപ്പം എന്ന് വിചാരിച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ചോയ്സ് 1 ആണ് നമുക്ക് എളുപ്പമെങ്കിൽ ആ ചോയ്സ് 1 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ കാണില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ താഴെ കറൻറ്റ് ടൈമിൽ ക്ലിക്ക് ചെയ്താൽ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രസൻറ്റേഷൻ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 8 എന്ന ഫോൾഡറിൽ നാഷണൽ പാർക്ക് .odp എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രിയോഫീസ് ഇംപ്രസിൽ തുറന്ന് താഴെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രസൻറ്റേഷൻ ആകർഷകമാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാമത്തെ സ്ലൈഡിന് ഇളം നീല നിറം നൽകണം, അതായത് ലൈറ്റ് ബ്ലൂ 3 എന്ന പശ്ചാത്തല നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ സ്ലൈഡിലെ സൈലന്റ് വാലി .png എന്ന ചിത്രം ഉൾപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ലൈഡുകൾക്കും വൈപ്പ് എന്ന സ്ലൈഡ് ട്രാൻസിഷൻ നൽകാനും പറഞ്ഞു. ഈ മെച്ചപ്പെടുത്തിയ പ്രസൻറ്റേഷൻ ഹോമിലെ എക്സാം 8 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ശ്രദ്ധിക്കുക, ഇവിടെ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 8 എന്ന ഫോൾഡറിൽ നാഷണൽ പാർക്സ് .odp എന്ന ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഏതിൽ തുറക്കേണ്ടത്? ലിബ്രിയോഫീസ് ഇംപ്രസിൽ തുറക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബ്രിയോഫീസ് ഇംപ്രസ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ഓപ്പൺ ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അല്ലാതെ നമുക്ക് വേറൊരു രീതി ചെയ്യാം. പ്ലേസസ്, ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 8, അതിൽ നാഷണൽ പാർക്ക് .odp ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താലും ഓപ്പൺ ആവും. പക്ഷെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് ലിബ്രിയോഫീസ് ഇംപ്രസ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫയല് ഓപ്പൺ ചെയ്തു. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലിബ്രിയോഫീസ് ഇംപ്രസിൽ തുറന്നു. ഇനി താഴെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രസൻറ്റേഷൻ ആകർഷകമാക്കുവാനാണ് പറഞ്ഞത്. അപ്പോൾ 1-ാമത്തെ സ്ലൈഡിന് ഇളം നീല, അതായത് ലൈറ്റ് ബ്ലൂ 3 എന്ന പശ്ചാത്തല നിറം നൽകണം. നോക്കാം, ലൈറ്റ് ബ്ലൂ പശ്ചാത്തലം. അപ്പോൾ നമുക്ക് 1-ാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറ്റേണ്ടത്. അപ്പോൾ സ്ലൈഡ് മെനുവിൽ ക്ലിക്ക് ചെയ്യാം. സ്ലൈഡിലെ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യാം. സ്ലൈഡ് മെനു, പ്രോപ്പർട്ടീസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പേജോ ട്രാൻസ്പെറൻസിയോ ആയിരിക്കും സെലക്ട് ആയിട്ടുണ്ടാവുക. അത് നിങ്ങൾ മാറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ നണ്ണിന് പകരം കളർ സെലക്ട് ചെയ്യാം. ഇവിടെ പല ടൈപ്പിലുണ്ട്. ഗ്രേഡിയൻ്റ് ഉണ്ട്. ഒരു ഗ്രേഡിയൻ്റ് പറഞ്ഞാൽ 2 തരം കളർ മിക്സ് ചെയ്ത കളർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വിറ്റ് മാപ്പ് ഉണ്ട്, പാറ്റേൺ ഉണ്ട്, ഹാച്ച് ഉണ്ട്. പല രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കളറാണ് പറഞ്ഞിരിക്കുന്നത്. കളറ് ബ്ലൂവിൽ
ലൈറ്റ് ബ്ലൂ 3 അല്ലേ, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴെന്തായി, കളറ് ബ്ലൂ ആയി അല്ലേ. നെക്സ്റ്റ് നോക്കാം. ഒന്നാമത്തെ സ്ലൈഡ് നമ്മളെ ഇളം നീല നിറം കൊടുത്തു, ലൈറ്റ് ബ്ലൂ 3 എന്ന നിറമാണ് കൊടുത്തത്. ഇനി മൂന്നാമത്തെ സ്ലൈഡിൽ സൈലൻറ്റ് വാലി .png എന്ന ചിത്രം ഉൾപ്പെടുത്തണം. എത്രാമത്തെ സ്ലൈഡിലെ, മൂന്നാമത്തെ സ്ലൈഡിൽ. ഇതാണ് മൂന്നാമത്തെ സ്ലൈഡ്. ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈലൻറ്റ് വാലി എന്ന ചിത്രം ഉൾപ്പെടുത്തണം. അപ്പോൾ ചിത്രം ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടൂള് ഇതാണ്. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യനാണ്. ചിത്രം ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടൂള് ഇതാണ്. ക്ലിക്ക് ചെയ്യുക. ആനുവൽ എക്സാം. ഇവിടെ എക്സാം ഇമേജസ് 8 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ചിത്രങ്ങളെല്ലാം ഉണ്ടാവുക ഇമേജസ് 8 ഇമേജസ് 8 സൈലൻറ്റ് വാലി .png എന്നത് പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇത് ചിത്ര ഫയൽ ഫോർമാറ്റാണ് PNG. സൈലൻറ്റ് വാലി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യും. ഇനി ഇതിൻ്റെ സ്ഥാനം മാറ്റിയതിന് ശേഷം ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കാം. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നെക്സ്റ്റ്, എല്ലാ സ്ലൈഡുകൾക്കും വൈപ്പ് എന്ന സ്ലൈഡ് ട്രാൻസിഷൻ നൽകാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ലൈഡുകൾക്കും വൈപ്പ് എന്ന സ്ലൈഡ് ട്രാൻസിഷൻ നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ 4 സ്ലൈഡുകളാണുള്ളത്. ആ 4 സ്ലൈഡിനും വൈപ്പ് എന്ന ട്രാൻസിഷനാണ് നൽകേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, സ്ലൈഡ് മെനുവിൽ ക്ലിക്ക് ചെയ്യാം. സ്ലൈഡ് ട്രാൻസിഷൻ ക്ലിക്ക് ചെയ്യാം. സ്ലൈഡ് മെനുവിലാണ് സ്ലൈഡ് ട്രാൻസിഷൻ. അപ്പോൾ സ്ലൈഡിൻ്റെ ട്രാൻസിഷൻ ഇവിടെ കാണുന്നില്ലേ, പല തരത്തിൽ. ഇവിടെ ഒരുപാട് ട്രാൻസിഷൻ ഉണ്ട്. ഇവിടെ വൈപ്പ് എന്ന ട്രാൻസിഷൻ കൊടുക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓരോ സ്ലൈഡും സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം, ട്രാൻസിഷൻ കൊടുക്കാം. അല്ലാതെ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ഇവിടെ ഓൺ മൗസ് ക്ലിക്ക് ചെയ്യുന്നത് മാറ്റി ഓട്ടോമാറ്റിക്കലി മൗസ് ക്ലിക്ക് ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി ആവാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. ഇത് കുട്ടികൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ഓരോ സ്ലൈഡും സെലക്ട് ചെയ്ത് ഇവിടെ സ്ലൈഡ് സെലക്ട് ചെയ്യുക, സ്ലൈഡ് മെനു ക്ലിക്ക് ചെയ്യുക, സ്ലൈഡ് ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം വൈപ്പ് സെലക്ട് ചെയ്യുക. അങ്ങനെയായാലും മതി. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമ്മളൊരു ട്രാൻസിഷൻ കൊടുക്കുക, അതിനുശേഷം ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ന് കൊടുത്തതിന് ശേഷം അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്താൽ ക്വസ്റ്റ്യൻ നോക്കട്ടെ. എല്ലാ സ്ലൈഡിലും വൈപ്പ് എന്ന സ്ലൈഡ് ട്രാൻസിഷൻ നൽകാൻ പറഞ്ഞു. മെച്ചപ്പെടുത്തിയ പ്രസൻറ്റേഷൻ ഹോമിലെ എക്സാം 8 എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. എങ്ങനെ സേവ് ചെയ്യണം? നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുവാനാണ് ആവശ്യപ്പെട്ടത്. ഈ സ്ലൈഡ് ഷോയില് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ്, അതായത് F5 കീബോർഡിലെ F5 ക്ലിക്ക് ചെയ്താലും സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് മുതൽ എന്താവും, പ്രസൻറ്റേഷൻ കാണാൻ പറ്റും. കണ്ടോ? ഇത് ശ്രദ്ധിക്കുക. വൈപ്പ് എന്ന ട്രാൻസിഷൻ കൊടുക്കുക മുകളിലോട്ട്. അപ്പോൾ അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സ്ലൈഡ് ക്ലിക്ക് ചെയ്താൽ എല്ലാ സ്ലൈഡിനും അതേ ട്രാൻസിഷൻ കാണാൻ സാധിക്കും. നമ്മൾ 4 സ്ലൈഡാണ്, ആ 4 സ്ലൈഡിനും ഒരേ ട്രാൻസിഷൻ കാണാൻ സാധിക്കും. ഇത്രയാണ് ഒരു ക്വസ്റ്റ്യനിലുള്ളത്. കുട്ടികളെല്ലാവരും തന്നെ നന്നായി പഠിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഇത് സിമ്പിളാണ്, കുറച്ച് ശ്രദ്ധിക്കുക വേണ്ടു, മക്കൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ 7 മാർക്കാണ് ഒരു ചോദ്യത്തിന്. അപ്പം 4 ചോദ്യമാകുമ്പോൾ 78 മാർക്ക് അങ്ങനെ കിട്ടും. പിന്നെ 2 മാർക്ക് റെക്കോർഡിൻ്റെയും കൂടി 30 മാർക്കാണ് അങ്ങനെ. പിന്നെ 10 മാർക്ക് തിയറീൻ്റെയും, അങ്ങനെ ടോട്ടൽ 40 മാർക്ക്. അപ്പോൾ കുട്ടികളെല്ലാവരും തന്നെ നന്നായി പഠിപ്പിക്കുകയാണെങ്കിൽ A+ ഉറപ്പായും കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇത് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫയൽ മെനു ക്ലിക്ക് ചെയ്യാം, സേവ് ആസിൽ ക്ലിക്ക് ചെയ്യാം.
ആനുവൽ എക്സാം. എക്സാം 8 സേവ് ചെയ്യേണ്ടത്. എക്സാം 8 ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വരണം. എക്സാം 8 എന്നത് ഇവിടെ വന്നിരിക്കണം. ഇവിടെ രജിസ്റ്റർ നമ്പർ പറയുന്നത് 8A കുട്ടിയാണെങ്കിൽ 8A എന്ന് കൊടുക്കുക. റോൾ നമ്പർ 4 ആണെങ്കിൽ 4 കൊടുക്കുക. ഷിഫ്റ്റ് മൈനസ് കൊടുക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് 3 കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്ത് വെച്ച ഫയൽ നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോൾ ഇവിടെ കണ്ട 8A, ഏറ്റവും മുകളിൽ ടൈറ്റിൽ ബാറിലായിട്ട് 8A4, 3ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് 3 .odp എന്നത് ലിബർ ഓഫീസ് ഇംപ്രസിൻ്റെ ഫയൽ ഫോർമാറ്റ് ആണെന്ന് മനസ്സിലാക്കാം. സേവ് ചെയ്ത് വെച്ച ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. പ്ലേസസിൽ ഹോം, എക്സാം 8 ഇതാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മയക്കുമരുന്ന് വിപത്തിനെ നേടുന്നതിന് വേണ്ടി പുറത്തിറക്കിയ യോദ്ധവ് മൊബൈൽ ആപ്പിനെ കുറിച്ച് തയ്യാറാക്കിയ ഒരു പ്രസൻറ്റേഷൻ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 8 എന്ന ഫോൾഡറിൽ യോദ്ധവ് .otp എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. ലിബർ ഓഫീസ് ഇംപ്രസിൽ ഈ ഫയൽ തുറന്ന് താഴെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രസൻറ്റേഷൻ മെച്ചപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? യോദ്ധവ് .otp എന്ന ഫയൽ ഓപ്പൺ ചെയ്യണം അല്ലേ. നമ്മൾ ഫസ്റ്റ് ചെയ്യുക പ്ലേസസ്, ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 8 ഇതാണ് ആ ഒരു ഫയൽ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലിബർ ഓഫീസ് ഇംപ്രസ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യും. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതിൽ 3 സ്ലൈഡാണ് ഉള്ളത്. സ്ലൈഡുകൾക്ക് ഇളം നീല, നേരത്തെ നമ്മൾ കൊടുത്തത് ഇളം നീല തന്നെ, അത് ലൈറ്റ് ബ്ലൂ 3 ആണ് കൊടുത്തത് അല്ലേ. അപ്പോൾ ഇവിടെ ലൈറ്റ് ബ്ലൂ 2 എന്ന പശ്ചാത്തലം നിറം നൽകാനാണ് പറഞ്ഞത്. സ്ലൈഡുകൾക്ക് ഇളം നീല, സ്ലൈഡുകൾക്ക് ഇപ്പോൾ എല്ലാ സ്ലൈഡുകൾക്കും തന്നെ ആയിരിക്കും സ്ലൈഡുകൾക്ക് ഇളം നീല എന്ന് പറഞ്ഞത്. സ്ലൈഡ് എടുക്കുക. സ്ലൈഡിൽ പ്രോപ്പർട്ടീസ് എടുക്കുക. അവിടെ കളർ സെലക്ട് ചെയ്യുക. ഇവിടെ ലൈറ്റ് ബ്ലൂ 2 ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ എല്ലാ സ്ലൈഡിലും കൊടുക്കാം. സ്ലൈഡിലെ പ്രോപ്പർട്ടീസ്, കളർ, ഇവിടെ ലൈറ്റ് ബ്ലൂ 2. ഓക്കെ. വീണ്ടും 3ാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തു. സ്ലൈഡ് മെനുവിലെ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. കളർ സെലക്ട് ചെയ്യുക. ഇവിടെ ലൈറ്റ് ബ്ലൂ 2 ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ അടുത്ത് നോക്കാം. എല്ലാ സ്ലൈഡുകൾക്കും ചെക്കേഴ്സ് എന്ന സ്ലൈഡ് ട്രാൻസിഷൻ നൽകണം. എല്ലാ സ്ലൈഡുകൾക്കും ചെക്കേഴ്സ്. അപ്പം ട്രാൻസിഷൻ നൽകേണ്ട സ്ലൈഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ചെക്കേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സൈഡ്. എല്ലാ സ്ലൈഡുകൾക്കും ഈ ഒരു ട്രാൻസിഷൻ നൽകുന്നതിന് വേണ്ടിയാണ് അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ്. ഇപ്പോൾ എല്ലാ സ്ലൈഡിനും 3 സ്ലൈഡിനും ആ ഒരു ട്രാൻസിഷൻ നൽകി. ഇനി പറഞ്ഞിരിക്കുന്നത് 1ാമത്തെ സ്ലൈഡിലെ ടെക്സ്റ്റിന് സർക്കിൾ എന്ന ആനിമേഷൻ നൽകുക. 1ാമത്തെ സ്ലൈഡിലെ ടെക്സ്റ്റിന് സർക്കിൾ എന്ന ആനിമേഷനാണ് നൽകേണ്ടത്. ഇതാണ് 1ാമത്തെ സ്ലൈഡ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. 3 പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആവും. അല്ലെങ്കിൽ മൗസ് പോയിൻ്റർ ലെഫ്റ്റ് സൈഡിൽ വെച്ച് ഡ്രാഗ് ചെയ്താലും സെലക്ട് ആവും. ഇവിടെ ഫോർമാറ്റിലാണ് അനിമേഷൻ. ഫോർമാറ്റിൽ അനിമേഷൻ
ഫോർമാറ്റിൽ അനിമേഷൻ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അക്ഷരങ്ങൾ ചലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക, അനിമേഷൻ ഉപയോഗിക്കുന്നത്. സ്ലൈഡുകൾ ചലിപ്പിക്കുന്നതിന് ട്രാൻസിഷനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. ഫോർമാറ്റിലാണ് അനിമേഷൻ എന്ന് മനസ്സിലാക്കുക, തിയറി ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഐക്കൺ തന്നിട്ട് ഇത് എന്തിൻ്റെയാണ്, അനിമേഷൻ്റെ ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഇവിടെ നോക്കുക, ഇത് അനിമേഷനാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇത് സ്ലൈഡ് ട്രാൻസിഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ തിയറി ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇത് ഇവിടെയുള്ളത് ഇൻസേർട്ട് ഇമേജ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് സർക്കിൾ എന്ന അനിമേഷൻ നൽകാം അല്ലേ. നമ്മൾ ഫോർമാറ്റ് ഫസ്റ്റ് സെലക്ട് ചെയ്തു, ആദ്യം നമ്മൾ വാചകങ്ങൾ സെലക്ട് ചെയ്തു അല്ലേ. അതിനുശേഷം ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്തു, അനിമേഷൻ സെലക്ട് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ഇഫക്റ്റിൽ ക്ലിക്ക് ചെയ്യണം. ആഡ് ഇഫക്റ്റിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ചിഹ്നം തന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ആഡ് ഇഫക്റ്റാണ്, ഒരു പ്ലസിൻ്റെ ചിഹ്നം. അതുപോലെ തന്നെ ബോക്സ് എന്ന അനിമേഷൻ നൽകാനാണ് ആവശ്യപ്പെട്ടത് അല്ലേ. അപ്പോൾ ഇവിടെ പല ടൈപ്പിലുള്ള അനിമേഷൻ ഉണ്ട്. നിങ്ങളിവിടെ സ്ക്രോൾ ചെയ്തിട്ട് ബോക്സ് എന്ന അനിമേഷൻ, ബോക്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ശ്രദ്ധിക്കുക. അല്ല, സർക്കിളാണ് കേട്ടോ. ഒന്നാമത്തെ സ്ലൈഡിലെ ടെക്സ്റ്റിന് സർക്കിൾ എന്ന അനിമേഷൻ നൽകാനാണ് പറഞ്ഞത്. സർക്കിൾ, ഇവിടെ സർക്കിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതുമായി ഇനി എന്ത് ചെയ്യണം, ഇത് സേവ് ചെയ്യാനാണ് പറഞ്ഞത്. ഫയൽ മെനു ക്ലിക്ക് ചെയ്യാം, സേവ് ആസിൽ ക്ലിക്ക് ചെയ്യാം, ആനുവൽ എക്സാം എന്നത് ക്ലിക്ക് ചെയ്യാം, എക്സാം 8 എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം, രജിസ്റ്റർ സ്കോർ ചോദ്യ നമ്പർ 8A4 ആണ്, 4 കൊടുക്കുക. ഷിഫ്റ്റ് മൈനസ് ആണ് അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്, ഒരേ ഫയൽ നെയിം കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ 4 എന്ന് കൊടുത്തു. അതിനുശേഷം ഏറ്റവും താഴെ സേവ് ബട്ടൺ പ്രസ് ചെയ്യും. ആ ഒരു പ്രവർത്തനവുമായി ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതും കൂടെ നോക്കാം. മൂന്നും പഠിച്ചാൽ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലിറ്റിൽ കൈറ്റ്സിൻ്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പ്രസൻറ്റേഷൻ്റെ ആദ്യത്തെ 2 സ്ലൈഡുകൾ ചുവടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കുക. ഒന്നാമത്തെ സ്ലൈഡിൽ ലിറ്റിൽ കൈറ്റ്സ് എന്ന ടൈപ്പ് ചെയ്ത് ഫോണ്ട് ഫ്രീ സാൻസ്, ഫോണ്ട് വലിപ്പം 48, ഫോണ്ടിൻ്റെ നിറം നീല എന്നിവ നൽകി ഫോർമാറ്റ് ചെയ്യുക. ഒന്നാമത്തെ സ്ലൈഡിന് ഇളം നീല നിറം നൽകണം. രണ്ടാമത്തെ സ്ലൈഡിന് ഹോമിലെ ഇമേജ് സൈറ്റിൽ നിന്നും ലിറ്റിൽ കൈറ്റ്സ് .jpg എന്ന ചിത്രം ഉൾപ്പെടുത്തണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് എക്സാം ഡോക്യുമെൻറ്റ്സ് നിന്ന് എടുക്കാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ലിബർ ഓഫീസ് ഇംപ്രസിൽ തന്നെ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇത്ര സ്ലൈഡ് വേണം. അപ്പോൾ ഒന്നാമത്തെ സ്ലൈഡിൽ ലിറ്റിൽ കൈറ്റ്സ് ഇന്ന് ടൈപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്, ലിറ്റിൽ കൈറ്റ്സ്. അപ്പം 2 സ്ലൈഡുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ് ഇംപ്രസ്. ഒരുപക്ഷെ നിങ്ങളോട് ഇവിടെയുള്ള ടെംപ്ലേറ്റ്, ഇപ്പം ബ്ലൂ കർവ്, ബ്ലൂ പ്രിൻ്റ് പ്ലാൻസ്, ഇവിടെ DNA, ഇങ്ങനെ ഫോക്കസ്, ക്ലാസ് റെഡ്, ബ്രൈറ്റ് ബ്ലൂ, പല രീതിയിൽ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇവിടെ ഫോറസ്റ്റ് ബേർഡ്, ഇങ്ങനെ ഇൻസ്പിറേഷൻ ലൈറ്റ്സ് എല്ലാം. ഒരുപക്ഷെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ ചെയ്യാൻ പറയും, അത് ശ്രദ്ധിക്കാം. ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നില്ല, ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ പുതുതായിട്ട് നിറമെല്ലാം കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അത് ക്യാൻസൽ ചെയ്തിട്ട് ഫസ്റ്റ് സ്ലൈഡുകൾക്ക് ഇളം നീല നിറം കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്ലൈഡുകൾക്ക് ഇതല്ല ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ സ്ലൈഡിൽ ലിറ്റിൽ കൈറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒന്നാമത്തെ സ്ലൈഡിൽ ലിറ്റിൽ കൈറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യണം. ഇവിടെ
നെറ്റിൽ കഴിച്ച് എന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. ഫോണ്ട് ഫ്രീ സാൻസ്. ഇപ്പോൾ ഫോണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യണം. അവിടെ ഫോണ്ട് ഫ്രീ സാൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഫ്രീ സാൻസ് എന്ന് അടിക്കുമ്പോഴേ ഇവിടെ വരുന്നുണ്ട് ഫ്രീ സാൻസ് പറഞ്ഞു. പിന്നെ ഫോണ്ട് ഫ്രീ സാൻസ് നൽകി. ഫോണ്ട് വലിപ്പം 48. ഫോണ്ടിൻ്റെ വലിപ്പം 48 നൽകാൻ പറഞ്ഞു. ഫസ്റ്റ് സെലക്ട് ചെയ്യണം. അതിനുശേഷമാണ് പ്രോപ്പർട്ടീസ് എടുത്ത് ചെയ്യേണ്ടത്. 48 കൊടുക്കണം. അത് കൊടുത്തു. ഇനി പറഞ്ഞിരിക്കുന്നത് ഫോണ്ടിൻ്റെ നിറം നീല നൽകണം. ഇതാണ് ഫോണ്ട് കളറ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ബ്ലൂ എന്ന നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൊടുത്തു. ഇനി പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ സ്ലൈഡിന് ഇളം നീല. ലൈറ്റ് ബ്ലൂ 4 പശ്ചാത്തല നിറം നൽകണം. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അത് 2ഉം 3ഉം ചെയ്തു. ഇനി 4 ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? സ്ലൈഡ് സെലക്ട് ചെയ്യുക. സ്ലൈഡിൽ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടീസിൽ കളർ സെലക്ട് ചെയ്യുക. കളറിൽ ഇവിടെ ലൈറ്റ് ബ്ലൂ 4 ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒന്നാമത്തെ സ്ലൈഡിന് ഇളം നീല നിറം നൽകാൻ പറഞ്ഞു. അത് നൽകി. ഈ രണ്ടാമത്തെ സ്ലൈഡിൽ ഹോമിലെ ഇമേജസ് 8 നിന്ന് ലിറ്റിൽ കൈറ്റ്സ് JPG എന്ന ചിത്രം ഉൾപ്പെടുത്തണം. അത് രണ്ടാമത്തെ സ്ലൈഡ്. അപ്പോൾ രണ്ടാമത്തെ സ്ലൈഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ടല്ലേ. അപ്പോൾ സ്ലൈഡ് മെനു ക്ലിക്ക് ചെയ്യുക. ന്യൂ സ്ലൈഡ് ക്രമത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒറ്റ സ്ലൈഡേ ഉള്ളൂ അല്ലേ. അപ്പോൾ സ്ലൈഡ് മെനുവിൽ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ലൈഡ് കിട്ടി. ഇതുപോലെ എത്ര സ്ലൈഡ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ന്യൂ സ്ലൈഡ് ആവശ്യമില്ലാത്തവ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് സ്ലൈഡും കൊടുക്കാം. നമുക്കിപ്പോഴേ 2 സ്ലൈഡേ ആവശ്യമുള്ളൂ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സ്ലൈഡിലെ ഹോമിലെ ഇമേജസ് 8 നിന്നും ലിറ്റിൽ കൈറ്റ്സ് എന്ന ചിത്രം ഉൾപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. ആനുവൽ എക്സാം എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇമേജസ് 8 അതിൽ ലിറ്റിൽ കൈറ്റ്സ് .jpg എന്ന ഫയൽ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ വലിപ്പം കുറച്ച് ക്രമീകരിക്കാം. അപ്പോൾ രണ്ടാമത്തെ സൈഡിൽ ഹോമിലെ ഇമേജസ് 8 നിന്ന് ലിറ്റിൽ കൈറ്റ്സ് .jpg എന്ന ചിത്രം ഉൾപ്പെടുത്തി അല്ലേ. അപ്പോൾ അത്രയാണ് ഈ ഒരു പ്രവർത്തനത്തിലുള്ളത്. അപ്പം തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ ഹോമിലെ എക്സാം 8 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ആനുവൽ എക്സാം ഡബിൾ ക്ലിക്ക് ചെയ്യാം. എക്സാം 8 ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ 8 റോൾ നമ്പർ ഷിഫ്റ്റ് മൈനസ് ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് 4 വരെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 4. അപ്പോൾ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തത്. നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യും. അപ്പോൾ പ്രസൻറ്റേഷൻ എന്ന പാഠഭാഗത്തുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് സാധാരണയായി ചോദിക്കാറുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ മക്കൾ പഠിച്ചിട്ട് പോയാൽ തന്നെ IT നിങ്ങൾക്ക് ഈ പ്രസൻറ്റേഷൻ എന്ന പാഠഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യന് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കുട്ടികളും തന്നെ നന്നായി പഠിച്ച് തന്നെ പോവുക. അപ്പം ഇതിൽ തിയറി ക്വസ്റ്റ്യൻ വരുന്ന എന്ന് പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കാൻ നേരത്തെ പറഞ്ഞതാണ് ഇൻസേർട്ട് ഇമേജ്.
ഇത് ഇൻസേർട്ട് ചാർട്ടാണ് കേട്ടോ. ഇൻസേർട്ട് ചാർട്ട്, ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്. അതുപോലെ തന്നെ ഈ ഒരു ടൂള് ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്, ഇൻ്ററാക്ഷൻ, ഇതൊക്കെ പ്രധാനപ്പെട്ടത്. സ്ലൈഡ് ട്രാൻസിഷൻ, അനിമേഷൻ, അതുപോലെ തന്നെ ഇൻസേർട്ട് ഇമേജ്, ഇതൊക്കെ പ്രധാനപ്പെട്ട ടൂളുകളാണ്. എല്ലാ കുട്ടികളും ഇതൊക്കെ നന്നായി പഠിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മക്കളെല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും